ഈ കാശ്മീരുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് പഹൽഗാമും ഒക്കെ ആയിട്ട് പറയുമ്പോൾ ഹാജിപ്പീർ ചുരം വളരെ പ്രസക്തമായ ഒരു ചുരമാണ്. ഹാജിപ്പീർ ചുരത്തിന് ഒരു രാജ്യത്തെ വഞ്ചിച്ച ഒരു കഥ കൂടിയുണ്ട് അല്ലേ? അതെ, കോൺഗ്രസ് സർക്കാർ ചെയ്ത ഒരു ചതിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ കഥയമമയിൽ ഇന്ന് നമുക്ക് ഹാജിപ്പീർ ചുരവുമായി ബന്ധപ്പെട്ട് രാജ്യത്തോട് രാഹുൽ ഗാന്ധിയുടെ, സോണിയാഗാന്ധിയുടെ, രാജീവ് ഗാന്ധിയുടെ, ഇന്ദിരയുടെ, നെഹ്റുവിൻ്റെ കോൺഗ്രസ് ചെയ്ത ചതിയെക്കുറിച്ച് ഒന്നും പറഞ്ഞാലോ? ഇത് ഇപ്പോൾ ഈ പഹൽഗാം ഒക്കെ നടന്നു കഴിയുമ്പോൾ നമുക്ക് കുറേയും കൂടി ആ സ്ഥലമൊക്കെ മനസ്സിലാകുന്നുണ്ട് മലയാളികൾക്ക്. അപ്പോൾ പീർ പഞ്ചൽ എന്ന് പറഞ്ഞ മലനിരകളിലാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. ഈ പീർ പഞ്ചൽ മല, വനം, ഇതിലെ പൊത്തുകൾ, ഇത് കൂടിയൊക്കെയാണ് ഈ നുഴഞ്ഞുകയറ്റം വരുന്നത്. ഈ ഒളിച്ചിരിക്കുന്നത് മുഴുവൻ ഈ പീർ പഞ്ചൽ മലനിരകളിൽ കൂടിയാണ് സംഭവിക്കുന്നത്. അതായത് നുഴഞ്ഞുകയറ്റം പാകിസ്ഥാൻ്റെ പഹൽഗാം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് നുഴഞ്ഞുകയറ്റം നടക്കുന്നത് ഈ പീർ പഞ്ചൽ, ഹാജിപ്പീർ ചുരം ഒക്കെ വഴിയാണ്. പക്ഷേ ഈ ഹാജിപ്പീർ ചുരം നമ്മൾ 1965 പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിൽ നമ്മൾ പിടിച്ചു. നമ്മുടെ കയ്യിലായിരുന്നു. ഇപ്പൊ നമ്മുടെ കയ്യിലല്ല. ഇത് 1965 യുദ്ധം. ഇത് മുകളിലൊക്കെ കയറി പിടിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമില്ല. എത്ര ആളുകൾ ജീവൻ കൊടുത്തിട്ടുണ്ടാവും? ഒരുപാട് ആളുകൾ. നീ അത് പിടിച്ചിരിക്കണം, നീ പിടിച്ചു കഴിഞ്ഞാൽ നീ വീരനാവും, അല്ലെങ്കിൽ എൻ്റെ ജോലി പോകും, നമുക്കിത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് കമാൻഡർ കടത്തി വിടുന്നത്. അത് മറ്റേ സേനാ മേധാവിയുടെ ഉത്തരവൊന്നും നോക്കാതെയാണ് ചെയ്യുന്നത്. ഭയങ്കരമാണ്, എന്നാലും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര. പിന്നീട് വലിയ പുരസ്കാരമൊക്കെ ഇതിന്റെ പേരിൽ കിട്ടിയിരുന്നു. പക്ഷേ സൈന്യം ഇങ്ങനെ ഇത് മുഴുവൻ പിടിച്ചടക്കിയത് 1966 ജനുവരി 10 താഷ്കെൻഡിൽ വെച്ചാണ് ഈ യുദ്ധം നിർത്താനുള്ള കരാർ ഒപ്പിടുന്നത്. 1966 സോവിയറ്റ് യൂണിയനിൽ താഷ്കെൻഡ് ഇങ്ങേ അറ്റത്ത്. ഈ തുർക്കി, ഇത് മറ്റേ തുർക്കിയോടോ അഫ്ഗാനിസ്ഥാനോടോ ഒക്കെ അടുത്ത് കിടക്കുന്ന ഒരു മുസ്ലിം പ്രദേശമാണ് ഈ താഷ്കെൻഡ്. പറഞ്ഞ പോലെ ഈ സോവിയറ്റ് യൂണിയനും ഇപ്പോഴത്തെ റഷ്യയും 2 ഭൂഖണ്ഡങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന രാജ്യമാണ്, ഏഷ്യയിലും യൂറോപ്പിലുമായിട്ട്. അപ്പൊ ഏഷ്യൻ അതിർത്തി എൻഡിലാണ് താഷ്കെൻഡ്. എന്തിനാണ് ഈ താഷ്കെൻഡിൽ കൊണ്ടുപോയി കരാർ ഒപ്പിട്ടതെന്ന് ദുരൂഹമാണ്. അവിടെ ഒപ്പിട്ട ശേഷം ലാൽ ബഹദൂർ ശാസ്ത്രി മരിച്ചു. അവിടെ വെച്ച് മരിച്ചുപോയി. അദ്ദേഹത്തിനെ കൊലപ്പെടുത്തിയതാണെന്നുള്ള വിശ്വാസമാണല്ലോ കൂടുതലും ഉള്ളത്. അതിനുശേഷം ഇന്ദിരാഗാന്ധി വരുന്നുണ്ടല്ലോ. അപ്പോൾ മൊത്തത്തിൽ സംശയമാണ്. അപ്പോൾ ഒരാവശ്യമില്ലാതെ ഈ പിടിച്ചെടുത്ത ഹാജിപ്പൂർ ചുരം അതായത് സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള തീരുമാനം എടുത്തു. നമ്മൾ പിടിച്ച ഈ സ്ഥലം മുഴുവൻ അങ്ങോട്ട് കൊടുത്തു. ഈ ഹാജിപ്പൂർ ചുരം നമ്മുടെ കയ്യിൽ നിന്നിരുന്നെങ്കിൽ ഈ POK പിടിക്കുന്നത് വളരെ എളുപ്പമായിരുന്നു. നമ്മളിപ്പോൾ ഈ ഹാജിപ്പൂർ ചുരത്തിൽ പോയി നിന്ന് കഴിഞ്ഞാൽ ഈ POK താഴ്വര കാണാം, എല്ലാം എളുപ്പമാകുമായിരുന്നു. ഈ നുഴഞ്ഞുകയറ്റം ഉണ്ടാവില്ലായിരുന്നു, ആക്രമണം ഉണ്ടാവും. ഇനി നമ്മൾ POK പിടിക്കണം നമ്മുടെ സർക്കാർ പറയുന്നുണ്ട്, നമ്മുടെ ജനങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ആദ്യം നമ്മൾ ഹാജിപ്പൂർ പിടിക്കണം. എക്സാക്ട്ലി. എല്ലാവരും POK എന്ന് പറയുമ്പോൾ സുനിൽ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നത് നമ്മൾ ഹാജിപ്പൂർ ചുരം പിടിക്കണം. ആദ്യം പിടിച്ചാലേ അങ്ങോട്ട് എത്താൻ പറ്റുള്ളൂ. അതെ, അതാണ് ആദ്യം ചെയ്യേണ്ടത്. അതൊരു മധുരപ്രതികാരവും കൂടി. മധുരപ്രതികാരം മാത്രമല്ല സാർ, ഞാൻ അങ്ങനെയല്ല എന്നെ കാണുന്നത്. ആദ്യം ഹാജിപ്പൂർ പിടിക്കാൻ വേണ്ടി നമ്മുടെ എത്ര ജവാന്മാരുടെ ജീവൻ പോയിട്ടുണ്ട്. അത് പാഴായിപ്പോയി. സേനയ്ക്കൊക്കെ വലിയ സങ്കടമാണിത്. കാരണം നമ്മൾ ജയിച്ച യുദ്ധമാണ് സുനിലെ. 1965 ജയിച്ച യുദ്ധമായിട്ട് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഈ കരാർ ഒപ്പിട്ടത് കൊണ്ടാണ് കോൺഗ്രസ്. 71 ആണെങ്കിൽ നല്ല ജോറായിട്ട് നമ്മൾ കീഴടക്കുകയും ചെയ്തു. ഇതും അങ്ങനെ ചെയ്യാമായിരുന്ന ഒരു യുദ്ധം. 60 വർഷം മുമ്പത്തെ വഞ്ചന കോൺഗ്രസിൻ്റെ. പീർ പഞ്ചലിൽ ഹാജിപ്പൂർ ചുരം, ജമ്മു കാശ്മീരിലെ പൂഞ്ചിനെ POKയിലെ റാവൽകോട്ടുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരമാണിത്. ഡയറക്റ്റ് പാതയായത്. ആ പാതയിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. അത് നമ്മുടെ കൈവശമായിരുന്നു. പൂഞ്ചും POKയിലെ റാവൽകോട്ടുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരം.
അതിൽ കൂടി നമുക്ക് വലിയ വഴിയുമൊക്കെ ഉണ്ടാക്കാമായിരുന്നു. ഇപ്പം ഇത് യൂസ് ചെയ്യാതെ കിടക്കുകയാണിത്, ഇങ്ങനെ കിടക്കുകയാണ്. ഈ സംഘർഷം കാരണം 8625 അടി മുകളിലാണ് ചുരം. POK താഴ്വര അവിടെ നിന്ന് കാണാം. അതാണ് ഇപ്പം നുഴഞ്ഞു കയറ്റക്കാരുടെ റൂട്ട്. ഈ ചുരം നമ്മുടെ കയ്യിൽ ഇരുന്നിരുന്ന ഈ സ്ഥലം പൂഞ്ച് ഉറി ദൂരമുണ്ടല്ലോ, ഇപ്പോൾ വലിയ ദൂരമാണ്. 282 കിലോമീറ്ററാണ് ഇപ്പോൾ പൂഞ്ച് ഉറി ദൂരം. ഇത് ഈ ചുരം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ 56 കിലോമീറ്ററായിട്ട് ചുരുങ്ങും. ജമ്മുവും കശ്മീരും തമ്മിൽ കണക്ടിവിറ്റി വളരെ കൂടും. ഇപ്പൊ ഈ 200 ചില്ലുവാനം കിലോമീറ്റർ 60 കിലോമീറ്ററിൽ തീരും. ഇതാണ് സംഭവം. ഇത് കയ്യിലുണ്ടായിരുന്നെങ്കിൽ പട്ടാള യാത്രകൾ ഇത്രയും വേണ്ടി വരില്ല. കച്ചവടം, സിവിലിയൻ യാത്രകൾ, ആളുകൾക്ക് ഇത്രയും ദൂരം സഞ്ചരിക്കാതെ പോവാം. അതെ, നമുക്ക് POK പിടിക്കാനും എളുപ്പമാകുമായിരുന്നു. വിഭജനത്തിന് മുമ്പ് ജമ്മു താഴ്വരയെ കശ്മീർ താഴ്വരയുമായി ബന്ധിപ്പിച്ചിരുന്ന, വിഭജനത്തിന് മുമ്പ് കശ്മീരിനെയും ജമ്മുവിനെയും ബന്ധിപ്പിച്ചിരുന്ന മുഖ്യ പാത ഈ ഹാജിപീർ വഴിയായിരുന്നു. 1948 പാകിസ്ഥാൻ ഈ കുറേ സ്ഥലം പിടിച്ചിട്ട് POK ആക്കി മാറ്റിയല്ലോ. അങ്ങനെ POK ഉണ്ടായപ്പോഴാണ് ഈ ഹാജിപീർ ചുരം ഉപയോഗിക്കാൻ പറ്റാതായി പോയത്. പിന്നെ നുഴഞ്ഞ കയറ്റത്തിന് മാത്രമേ ഇത് ഉപയോഗിക്കുന്നുള്ളൂ. ഈ ചുരം ഇത് കയ്യിലുണ്ടെങ്കിൽ ആണ് POKക്ക് ആക്സസ് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ഇനിയൊരു യുദ്ധം ഇതിൻ്റെ പേരിൽ ഉണ്ടാവുകയാണെങ്കിൽ ആദ്യത്തെ ലക്ഷ്യം ഹാജിപീർ ആണ്. യുദ്ധ ടേബിളിൽ നമ്മൾ വിട്ടുകൊടുക്കുക, യുദ്ധ ടേബിളിൽ ഇങ്ങനെയൊന്നും ആരും വിട്ടുകൊടുക്കാൻ പാടില്ല എന്നുള്ളത് ഇതിൻ്റെ പ്രാഥമിക പാഠമാണ്. അപ്പോൾ ഇത് ആദി പാപം ആണിത്. പിതാക്കളുടെ പാപം സന്താനങ്ങളിൽ വന്ന് ബാധിക്കും അല്ലേ എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ യുദ്ധം നിർത്താനുള്ള ചർച്ചാ മേശയിൽ യുദ്ധം കൊണ്ട് നമുക്കുണ്ടായ മെച്ചം ബലി കഴിച്ചു. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഭാവി യുദ്ധങ്ങൾ അർത്ഥമില്ലാതാകും എന്ന് ലഫ്റ്റനന്റ് ജനറൽ DB ഷക്കാത്കർ ഈ 1965 ഈ വൃത്തികേട് കാണിച്ച ശേഷം പറഞ്ഞിരുന്നു. സത്യമാണ്. ആ തെറ്റ് 1971 നമ്മൾ തിരുത്തിയില്ല. 1999 കാർഗിൽ കാലത്ത് നമ്മൾ തിരുത്തിയില്ല. ഇപ്പോൾ ആ കോൺഗ്രസിൻ്റെ വഞ്ചന തിരുത്താവുന്നൊരു അവസരം നമ്മുടെ കയ്യിൽ വന്നിരിക്കുന്നു. ഈ 1948 പാകിസ്ഥാൻ 3/2 കശ്മീർ പിടിച്ചിരുന്നു. 1962 ചൈനയോട് നമ്മൾ തോറ്റു. 1965 കശ്മീർ പിടിക്കാനെത്തിയ പാകിസ്ഥാനെ നമ്മൾ ശരിയാക്കി. ഓഗസ്റ്റിൽ അയൂബ് ഖാൻ്റെ ഓപ്പറേഷൻ ജിബ്രാൾട്ടർ എന്ന് പറഞ്ഞ നുഴഞ്ഞുകയറ്റ പരിപാടിയായിരുന്നു 1965 അയാൾ അന്ന് പറഞ്ഞേ, അയൂബ് ഖാൻ, ഹിന്ദുവിൻ്റെ ധൈര്യം 2 അടി കൊടുത്താൽ നശിക്കും. കൃത്യസമയത്ത് കൃത്യസ്ഥലത്ത് അത് കൊടുത്തിരിക്കണം. അത്തരം അവസരങ്ങൾ നമ്മൾ ചൂഷണം ചെയ്യണം. അയൂബ് ഖാൻ പറഞ്ഞതാണ്. ഈ അയൂബ് ഖാനും ഒക്കെ നെഹ്റുവിന് വലിയ വേണ്ടപ്പെട്ട ആളായിരുന്നു കേട്ടോ. ഇന്ദിരാഗാന്ധിക്കും. അന്ന് നാട്ടുകാർ ഈ ഇന്ത്യക്കെതിരെ നിന്നില്ല. 1965 ഓഗസ്റ്റ് 15 വെടിനിർത്തൽ രേഖ ഇന്ത്യ കടന്നു. അതുവരെയുള്ള വെടിനിർത്തൽ രേഖ കടന്നു. നമ്മൾ അങ്ങോട്ട് കടന്ന് ഇത് പിടിക്കുകയാണ്. 3 മലകൾ പിടിച്ചു. അത് കഴിഞ്ഞ് ഹാജിപീർ പിടിക്കാനായിട്ടുള്ള ഓപ്പറേഷൻ ബക്ഷി എന്ന് പേരിട്ടു. 19th ഇൻഫൻട്രി ഡിവിഷനായിരുന്നു ചുമതല. മേജർ ജനറൽ SS കലാൻ ആ ചുമതല ഏറ്റെടുത്തു. ഈ കോർ റിസർവ് 68 ഇൻഫൻട്രി ബ്രിഗേഡ് ഇതിൻ്റെ ഭാഗമായിരുന്നു. അതിൻ്റെ കമാൻഡർ ബ്രിഗേഡിയർ ZC ബക്ഷി. ഈ ഓഗസ്റ്റ് 28 മേജർ രഞ്ജിത് സിംഗ് ദയാൽ, ഈ ദയാലിനോടാണ് പറഞ്ഞത്, ഞാനിത് മറ്റേ കരസേനാ മേധാവിയോടൊന്നും ചോദിച്ചിട്ടില്ല, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ പോയി പിടിക്കേ, ഈ ലംഘനത്തിൻ്റെ പേരിൽ എൻ്റെ ജോലി ചിലപ്പോൾ പോവുമായിരിക്കും, പൊക്കോട്ടെ എന്ന് പറഞ്ഞ് കയറ്റി വിടുകയാണ്. എന്നിട്ട് മേജർ രഞ്ജിത് സിംഗ് ദയാൽ പോയിട്ട് ഈ ഇത്രയും 8000 അടി
ഉയരമൊക്കെ പോയി പിടിക്കുകയാണ്. രഞ്ജിത് സിംഗ് ദയാലിൻ്റെ, അദ്ദേഹത്തിന് വീർ ചക്രവും എല്ലാം കിട്ടിയിരുന്നു. പക്ഷേ ഇത് ഈ പിടിച്ചതാണ് 1966 ജനുവരി 10 താഷ്കൻഡിൽ കൊണ്ടുപോയി കൊടുത്തത്. 1965 ഓഗസ്റ്റ് 5 നിലയിലേക്ക് മടങ്ങുക എന്ന് വ്യവസ്ഥകളൊക്കെ എഴുതി ഒപ്പിട്ട് കൊടുത്തു. 1920 ചതുരശ്ര കിലോമീറ്റർ 1965 പാകിസ്ഥാൻ്റെ നമ്മൾ പിടിച്ചിരുന്നു. സിയാൽകോട്ട് മുതൽ ലാഹോർ വരെയുള്ള സ്ഥലങ്ങൾ നമ്മൾ പിടിച്ചിരുന്നു. പാകിസ്ഥാൻ നമ്മുടെ 550 ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ് പിടിച്ചിരുന്നത്. എന്നിട്ട് നമ്മൾ പഴയ നിലയിലേക്ക് മടങ്ങിപ്പോയി. ഇതായിരുന്നു കോൺഗ്രസിൻ്റെ വഞ്ചന. എന്തിന് ഇത് കോൺഗ്രസ് അന്ന് ചെയ്തു? എന്തിന് ലാൽ ബഹദൂർ ശാസ്ത്രിയെ കൊന്നു? ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളാണ്. പക്ഷേ ഇതൊക്കെ ചെയ്തവർ ഇപ്പോൾ ഇരിക്കുന്നവരെ കുറ്റം പറയുന്നു. അതാണ് വലിയ വിരോധാഭാസം. അത് ഏറ്റുപാടാൻ ചരിത്രമറിയാത്ത കുറേ ആളുകൾ നമ്മുടെ കേരളത്തിലും ഉണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.